ഇടുക്കിയിലേക്ക് പോകാം. മഴ ശക്തമായതോടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല ഗതാഗതം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. ജലാശയങ്ങളിലെ ബോട്ടിംഗ്, കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങളും വിലക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ സാഹസിക വിനോദങ്ങളും അഡ്വഞ്ചർ ജീപ്പ് സവാരിയും ഒക്കെ തൽക്കാലം വിലക്കിയിരിക്കുകയാണ്. നിതിൻ തോമസ് വിവരങ്ങൾ വേണ്ട. നിതിൻ, എങ്ങനെയാണ് ഇടുക്കിയിൽ പൊതുവെ മഴ അനുഭവപ്പെടുന്നത്? എവിടെയെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രധാനമായിട്ടും എവിടേക്കാണ് ആളുകൾക്ക് വിലക്കുള്ളത്? ദിവീഷ്, മലയോര മേഖലകളിലും അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും ഇടവിട്ട മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയൊരു ഗുരുതര അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിരോധനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നിരോധനം മാത്രമാണ് നിലവിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാത്രിയാത്രാ നിരോധനമുണ്ട്. മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴി ഇന്നും നാളെയും രാത്രിയിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊരു നിരോധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഗ്യാപ്പ് റോഡ് വഴി നമുക്കറിയാം ഈ ഗ്യാപ്പ് റോഡിന്റെ ഇരു വശങ്ങളിലുമായി പാറക്കെട്ടുകളുണ്ട്. ഈ രാത്രിയിലൊക്കെ തന്നെ കനത്ത മഴ മലയോര മേഖലകളിലും അതുപോലെ തന്നെ വനപ്രദേശങ്ങളിലും പെയ്തു കഴിഞ്ഞാൽ ഈ കല്ല് പൊട്ടി താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്, ഉരുൾപൊട്ടൽ പോലെ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു രാത്രിയാത്രാ നിരോധനം, മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജലാശയങ്ങളിലും മറ്റ് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും ഇടുക്കിയിലേക്കുള്ള യാത്രയും ദയവായി ശ്രദ്ധിച്ചു മാത്രം നടത്തുക. വലിയ ഗുരുതരമായ സാഹചര്യങ്ങളില്ല, പക്ഷേ പ്രത്യേകിച്ചും ജലാശയങ്ങളിലും അല്ലെങ്കിൽ മലയോര മേഖലകളിലുമൊക്കെ വിനോദസഞ്ചാരത്തിനൊക്കെ പോകുന്നവർ വേണ്ട മുൻകരുതലും ഒക്കെ ശ്രദ്ധിക്കുക. ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം യാത്രാ ഇടങ്ങൾ തിരഞ്ഞെടുക്കുക.